ഹായ് ഓൾ, വെൽക്കം ടു എൻട്രി. വരാൻ പോകുന്ന സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷയുടെ സ്പെഷ്യൽ ടോപ്പിക് PSC അനൗൺസ് ചെയ്തിരിക്കുന്നു. സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്നും 20 മാർക്കാണ് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. എന്തൊക്കെയാണ് പുതുതായി വന്ന മാറ്റങ്ങൾ, നിയമ ഭേദഗതിയിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഓരോ സെക്ഷൻ നമുക്ക് പഠിക്കാം. ഓക്കെ, നമുക്കറിയാം ഇന്ത്യൻ പീനൽ കോഡ് IPC 1860 വന്നിരിക്കുന്ന മാറ്റം എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ പുതിയ രൂപം എന്താണ്? ഭാരതീയ ന്യായ സംഹിത 2023. IPCയുടെ പുതിയ പേരെന്താണ്? ഭാരതീയ ന്യായ സംഹിത 2023. ഇതിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അതിൽ എത്ര സെക്ഷനുണ്ട്? 356 സെക്ഷനാണ് ഭാരതീയ ന്യായ സംഹിതയിൽ ഉള്ളത്, BNS ഉള്ളത്. IPCയിൽ ഉണ്ടായിരുന്നോ? 511 എന്തിലുണ്ടായിരുന്നു? IPCയിൽ ഉണ്ടായിരുന്നു. ഓക്കെ, 175 എന്ത് ചെയ്തിട്ടുണ്ട്? ഭേദഗതി ചെയ്തിട്ടുണ്ട്. എത്ര എണ്ണം? 175 ഭേദഗതി ചെയ്തിട്ടുണ്ട്. 8 പുതിയതായി ആഡ് ചെയ്തിട്ടുണ്ട്. എത്ര എണ്ണം? 8 പുതിയതായി ആഡ് ചെയ്തിട്ടുണ്ട്. 22 എന്ത് ചെയ്തിട്ടുണ്ട്? റദ്ദാക്കിയിട്ടുമുണ്ട്. ഇതാണ് നമ്മുടെ പുതിയ BNS, ഭാരതീയ ന്യായ സംഹിതയുടെ പുതിയ രൂപമെന്ന് പറയുന്നത്. ഓക്കെ, പണ്ടത്തെ പേരെന്തായിരുന്നു? IPC, ഇന്ത്യൻ പീനൽ കോഡ് 1860. ക്ലിയർ ആയല്ലോ? വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ നോക്കി പോകുന്നുണ്ട് കേട്ടോ. അടുത്തത് CRPC, കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ 1973. ഇതിൻ്റെ പുതിയ രൂപം എന്താണ്? ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, BNSS. ഓക്കെ, ഇതിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എത്ര സെക്ഷനുകളുണ്ട്? 533 സെക്ഷനുകളാണ് ഇതിൽ ഉള്ളത്. CRPCയിൽ ഉണ്ടായിരുന്നതോ? 478 സെക്ഷനുകളാണ് CRPCയിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, എത്ര എണ്ണം ചേഞ്ച് ചെയ്തിട്ടുണ്ട്? 160 ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? ഇവിടെ 175 ഭേദഗതി ചെയ്യുകയാണ് ഉണ്ടായത്. ഇവിടെ എന്താണ് ചേഞ്ച് ചെയ്യുക? 160 ചേഞ്ച് ചെയ്യുകയാണ് ഉണ്ടായത്. ഓക്കെ, ശ്രദ്ധിക്കുക, ഇതിൽ 9 സെക്ഷൻസ് എന്ത് ചെയ്തിട്ടുണ്ട്? ആഡ് ചെയ്തിട്ടുണ്ട്. പുതുതായിട്ട് 9 സെക്ഷൻ എന്ത് ചെയ്തിട്ടുണ്ട്? റദ്ദാക്കിയിട്ടും ഉണ്ട്. ഇതാണ് BNSSൻ്റെ പ്രത്യേകത, അല്ലെങ്കിൽ വന്നിരിക്കുന്ന രൂപത്തിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ CRPCയുടെ പുതിയ പേര് എന്താണ്? 1973 CRPCയുടെ പുതിയ പേര് എന്താണ്? ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത 2023. ക്ലിയർ ആയല്ലോ? അടുത്ത് ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872. ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872. ഇതിൻ്റെ പുതിയ രൂപം എന്താണ്? ഭാരതീയ സാക്ഷ്യ ബിൽ. ഓക്കെ, ഭാരതീയ സാക്ഷ്യ ബിൽ 2023. ഇതിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എത്ര സെക്ഷനുകളുണ്ട്? 170 സെക്ഷനുണ്ട്. എത്രയാണ്? 170 സെക്ഷനുകളുണ്ട്. ഓക്കെ, എവിഡൻസ് ആക്ടിൽ എത്രയുണ്ടായിരുന്നു? 167 ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ശ്രദ്ധിക്കുക, 23 എന്ത് ചെയ്തിട്ടുണ്ട്? ചേഞ്ച് ചെയ്തിട്ടുണ്ട്. 23 ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു സെക്ഷൻ എന്ത് ചെയ്തിട്ടുണ്ട്? ആഡ് ചെയ്തിട്ടുണ്ട്. 5 സെക്ഷൻ എന്താക്കിയിട്ടുണ്ട്? റദ്ദാക്കിയിട്ടുണ്ട്. ഇതാണ് IPC, CRPC എവിഡൻസ് ആക്ടുകളിൽ വന്ന മാറ്റങ്ങൾ പുതുതായി നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, ശ്രദ്ധിക്കുക, നമുക്ക് 20 മാർക്കാണ് സ്പെഷ്യൽ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ വളരെ കുറച്ച് ഭാഗം, ചെറിയൊരു ഇൻട്രൊഡക്ഷൻ എന്ന രൂപേണ വളരെ കുറച്ച് BNSലെ കുറച്ച് കാര്യങ്ങൾ, പാർട്ട് 1, നമ്മുടെ സിലബസിലെ പാർട്ട് 1ലെ BNSലെ വളരെ കുറച്ച് ഭാഗമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സിലബസിലെ ഭാരതീയ ന്യായ സംഹിത പാർട്ട് 1ൽ പറഞ്ഞിരിക്കുന്ന വളരെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ചെറിയൊരു എക്സ്പ്ലനേഷൻ മാത്രമാണ് ഇതിലുള്ളത് കേട്ടോ. ഓക്കെ, 2 Clause 3 BNS 2023 2 Clause 3 നമുക്ക് പഠിക്കാനുള്ള 2 Clause 3ൽ എന്താണ് വിശദീകരണം? ഓക്കെ, നമ്മളിവിടെ പഠിക്കുന്നത് പൊതുവായ വിശദീകരണങ്ങളാണ്. ഈ ഒരു പാർട്ട് 1ലെ ഈ ഒരു സെക്ഷനിൽ പഠിച്ചു പോകുന്നത് കേട്ടോ. പൊതുവായ വിശദീകരണങ്ങൾ. കഴിഞ്ഞ പരീക്ഷകൾക്ക് PSC ചോദിച്ചത് പൊതുവായ വിശദീകരണങ്ങളിൽ നിന്നുമൊക്കെ എക്സാമ്പിളുകളാണ് മറ്റും ചോദിച്ചു പോയത്. ഓക്കെ, അപ്പോൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കുന്നത്. 2 Clause 3ൽ എന്താണ് പറയുന്നത്? ചൈൽഡ് എന്താണ്? ഒരു കുട്ടി എന്നാൽ എന്താണ്? 18 വയസ്സിൽ താഴെയുള്ള ആളെയാണ് എന്തായിട്ട് പറയപ്പെടുന്നത്? കുട്ടിയായിട്ട് പറയപ്പെടുന്നത്. അത് ആണോ പെണ്ണോ ആകാം. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ 18 വയസ്സിൽ താഴെയുള്ള ആളെ വിളിക്കുന്നതാണ് എന്ത്? കുട്ടി. അതാണ് എന്തിൽ പറയുന്നത്? 2 Clause 3 സെക്ഷൻ ഭാരതീയ ന്യായ സംഹിത 2 Clause 3ൽ പറയുന്നത് കുട്ടി അല്ലെങ്കിൽ ചൈൽഡ് എന്നാണ്. ക്ലിയർ ആയല്ലോ? അടുത്ത സെക്ഷൻ എന്താണെന്ന് നോക്കാം. 2 Clause 4 ഏതാണ്?
2 ക്ലോസ് 4 വ്യാജ നിർമ്മാണം. എന്താണ് വ്യാജ നിർമ്മാണം? നമുക്കറിയാം ഒരു സാധനം തെറ്റാണ് അല്ലെങ്കിൽ അത് ഇതിൻ്റെ കോപ്പിയാണെന്ന് അറിഞ്ഞുകൊണ്ട്, വ്യാജമാണെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ നിർമ്മിക്കുന്ന സാധനത്തെയാണ് എന്ത്? വ്യാജ നിർമ്മാണമെന്ന് അറിയപ്പെടുന്നു. ഒരു വസ്തുവിൻ്റെ സാമ്യത കൊണ്ട് വഞ്ചിക്കപ്പെടണം, അതാണ് നോക്കേണ്ടത്. വഞ്ചിക്കപ്പെടണമെന്ന ഉദ്ദേശത്തോടു കൂടി അല്ലെങ്കിൽ ആ സാമ്യത കൊണ്ട് വഞ്ചിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന അറിവോടെ ഒരാൾ ഒരു വസ്തുവിന് സാമ്യമുള്ള അല്ലെങ്കിൽ അതേപോലെ ഇരിക്കുന്ന വേറൊരു വസ്തുവിനെ ഉണ്ടാക്കുമ്പോൾ ആ ആൾ വ്യാജ നിർമ്മാണം ചെയ്തു എന്ന് പറയുന്നു. നമുക്കറിയാം അത് വ്യാജമാണ്, അല്ലെങ്കിൽ ഒരാളെ ചതിക്കണം, വഞ്ചിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരു സാധനം ഉണ്ടാക്കുന്നു, വഞ്ചിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന അറിവോടെ. അതാണ് മനസ്സിലാക്കേണ്ടത്. അതേപോലെ ഇരിക്കുന്ന ഈ വേർഡ്സ് ഒക്കെയാണ് പ്രധാനമായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് കേട്ടോ. വഞ്ചിക്കണമെന്ന ഉദ്ദേശത്തോടെ, ആ സാമ്യത കൊണ്ട്. ഓക്കെ, അങ്ങനെ ഒരാൾ ഒരു വസ്തുവിനെ ഉണ്ടാക്കുമ്പോൾ എന്താണ്? അയാൾ വ്യാജ നിർമ്മാണം ചെയ്തതായിട്ട് പറയപ്പെടുന്നു. നമ്മൾ ഈ സെക്ഷനിൽ പറയുന്നത് പൊതുവായ വിശദീകരണങ്ങളെക്കുറിച്ചാണ് ഇതിൽ പറഞ്ഞു പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ 2 ക്ലോസ് 4 എന്ത് പറയുന്നു? വ്യാജ നിർമ്മാണം. ക്ലിയർ ആയല്ലോ? വഞ്ചിക്കണമെന്ന ഉദ്ദേശത്തോടെ, ആ സാമ്യത കൊണ്ട് വഞ്ചിക്കപ്പെടാൻ സാധ്യത ഉണ്ടെന്ന അറിവോടെ. ഈ വേർഡ്സ് ഒക്കെയാണ് പ്രധാനമായും ചോദിക്കുന്നത് കേട്ടോ. അതേപോലെ ഇരിക്കുന്ന അയാൾ എന്ത് ചെയ്തിരുന്നു? വ്യാജ നിർമ്മാണം നടത്തിയിരിക്കുന്നു. ക്ലിയർ ആയല്ലോ? ഓക്കെ അല്ലേ? അടുത്തത് പ്രമാണം. എന്താണ് പ്രമാണം? ഒരു വിഷയത്തിൻ്റെ തെളിവായി, ഏതെങ്കിലും ഒരു കേസ് എന്നിവയുമായി ബന്ധപ്പെട്ട് തെളിവായി ഉപയോഗിക്കപ്പെടാവുന്നതോ അല്ലെങ്കിൽ ആ വിഷയത്തെ തെളിവായി ഉപയോഗിക്കണമെന്ന ഉദ്ദേശത്തോടെ എഴുത്ത്, അക്കം, അടയാളം, നോക്കൂ, എഴുത്ത്, അക്കം, അടയാളം എന്നിവ കൊണ്ടോ അല്ലെങ്കിൽ അവയിലെ ഒന്നിലധികം മാർഗങ്ങൾ കൊണ്ടോ വല്ല സാധനത്തിൻ്റെയും പുറത്ത് പറയുകയോ വിവരിക്കുകയോ ചെയ്യുന്ന ഒരു കാര്യത്തെയാണ് പ്രമാണമെന്ന് കുറിക്കുന്നത്. വേറൊന്നുമില്ല, എന്തെങ്കിലും ഒരു കേസുമായി ബന്ധപ്പെട്ടുള്ള ഒരു എവിഡൻറ്റ്, അതാണെന്ത്? പ്രമാണമെന്ന് പറയുന്നത്. ഇപ്പോൾ 2 പേര് തമ്മിലൊരു കരാർ ഒപ്പിടുന്നു, ഇന്ന കാര്യങ്ങൾ കുറേ ക്ലോസുകളൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കരാറിൽ ഒപ്പിടുന്നു. ആ കരാർ പേപ്പർ, മുദ്രപത്രം എന്താണ്? അതൊരു പ്രമാണം ആണ്. ക്ലിയർ ആയല്ലോ? ഓക്കെ, അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ബാങ്കിൻ്റെ ചെക്ക്, ചെക്ക് എന്താണ്? ഒരു പ്രമാണമാണ്. അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് എന്ത്? പ്രമാണം അല്ലെങ്കിൽ ഡോക്യുമെൻ്റ് എന്ന് പറയപ്പെടുന്നത്. ഇത് പറയുന്ന സെക്ഷൻ BNSൻ്റെ സെക്ഷനാണ് ഏത്? 2 ക്ലോസ് 8 ആണ്. ഏതാണ്? 2 ക്ലോസ് 8 ആണ് ആ ഒരു സെക്ഷൻ. ക്ലിയർ ആയില്ലേ? അടുത്തൊരു സെക്ഷൻ 2 ക്ലോസ് 13, 2 ക്ലോസ് 13. എന്താണ് 2 ക്ലോസ് 13 പറയുന്നത്? ഹാർബൽ അല്ലെങ്കിൽ പാർപ്പിക്കൽ. നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി, ഒരാളിന് അഭയം, ആഹാരം, പാനീയം, വസ്ത്രം, ആയുധങ്ങൾ, വെടിക്കോപ്പുകൾ അല്ലെങ്കിൽ മാർഗങ്ങൾ, വാഹനങ്ങൾ ഇവ കൊടുക്കുന്നതിനെയും അല്ലെങ്കിൽ ഒരാളെ നിയമപരമായി അറസ്റ്റ് ചെയ്യുന്നതിൽ നിന്നും ഒഴിവാക്കുന്നതിനായി ഈ വകുപ്പിൽ വിവരിച്ചതായ ഏതെങ്കിലും മാർഗങ്ങളാലോ അല്ലാതെയോ സഹായം നൽകുന്നതിനെയും താമസ സൗകര്യം ഒരുക്കൽ എന്ന വാക്കാണ് ഈ ഹാർബർ എന്ന അല്ലെങ്കിൽ എന്താണ്? പാർപ്പിക്കൽ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നു. ഒരു കുറ്റവാളിയെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഹെൽപ്പ് ചെയ്യുന്നു. അയാൾക്ക് വേണ്ട സാഹചര്യങ്ങളെല്ലാം ഒരുക്കി കൊടുക്കുന്നു. അഭയം, ആഹാരം, പാനീയം, വസ്ത്രം, ആയുധങ്ങൾ, ഇതെല്ലാം കൊടുക്കുന്നു. ഇതിനെയാണ് എന്ത് പറയുന്നത്? പാർപ്പിക്കൽ അല്ലെങ്കിൽ ഹാർബർ എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, അയാൾക്ക് ആഹാരം കൊടുത്താലും എന്താണ്? പാർപ്പിക്കലിൽ വരുന്നു. അയാൾക്ക് എന്താണ്? വസ്ത്രം കൊടുത്താലും ഹാർബർ അല്ലെങ്കിൽ പാർപ്പിക്കൽ എന്നൊരു ഇതിലാണ് വരുന്നത്. അല്ലാണ്ട് വീട്ടിൽ താമസിപ്പിക്കുക എന്നൊരു കണ്ടന്റ് അല്ല പറയുന്നത്. ക്ലിയർ ആയല്ലോ? അയാൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നു നമ്മൾ. ക്ലിയർ ആയല്ലോ? അതാണെന്ത്? ഹാർബർ അല്ലെങ്കിൽ പാർപ്പിക്കൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ക്ലിയർ ആയല്ലോ? അടുത്തത് 2 ക്ലോസ് 14, 2 ക്ലോസ് 14. എന്താണ് സെക്ഷൻ 2 ക്ലോസ് BNS സെക്ഷൻ 2 ക്ലോസ് 14 പറയുന്നത്? ഇഞ്ചുറി, ക്ഷതം അല്ലെങ്കിൽ പരിക്ക്. ഇവിടെ ക്ഷതം അല്ലെങ്കിൽ പരിക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരാളുടെ കയ്യിലോ കാലിലോ ഏൽക്കുന്ന മുറിവ് മാത്രമല്ല, പിന്നെന്താണ്? അയാളുടെ മനസ്സിനോ കീർത്തിക്കോ, റെപ്യൂട്ടേഷൻ, സ്വത്തിനോ ദേഹത്തിനോ നിയമവിരുദ്ധമായി ഉണ്ടാക്കുന്ന ഏതൊരു ഉപദ്രവത്തെയും ക്ഷതമെന്നു പറയുന്നു. അപ്പോൾ നമ്മുടെ ഇതിൽ ക്ഷതം അല്ലെങ്കിൽ പരിക്കുന്ന ചെന്നാണ് എന്തെങ്കിലും മുറിവുകളോ മറ്റോ പറ്റുകയാണ്. ഇത് അത് മാത്രമാണോ? അല്ല, പിന്നെ എന്തൊക്കെയാ പറയുന്നു? അദ്ദേഹത്തിൻ്റെ മനസ്സിനോ കീർത്തിക്കോ, റെപ്യൂട്ടേഷൻ, സ്വത്തിനോ അതിനെന്തെങ്കിലും നിയമവിരുദ്ധമായി ഉണ്ടാക്കുന്ന ഏതൊരു ഉപദ്രവത്തെയും എന്തായിട്ടാണ് വിളിക്കുന്നത്? ക്ഷതം അല്ലെങ്കിൽ പരിക്കായിട്ടാണ് പറയുന്നത്. ഇതിനെക്കുറിച്ച് പറയുന്ന BNSൻ്റെ സെക്ഷനാണ് ഏത്? 2 ക്ലോസ് 14. ഏതാണ്? 2 ക്ലോസ് 14. ക്ലിയർ ആയില്ലേ? അടുത്ത് 2 ക്ലോസ് 28
പബ്ലിക് സർവൻ അല്ലെങ്കിൽ പൊതുജന സേവകൻ. ആരാണ് ഒരു പൊതുജന സേവകൻ എന്ന് പറയുന്ന BNSന്റെ സെക്ഷൻ, ഭാരതീയ ന്യായ സമിതിയുടെ സെക്ഷനാണ് ഇത് 2 ക്ലോസ് 28. ആരാണ് ഒരു പൊതുജന സേവകൻ അല്ലെങ്കിൽ പബ്ലിക് സർവൻ്റ് എന്ന് പറയുന്നത്? ഓക്കെ, BNSന്റെ പുസ്തകത്തിൽ 11 കാര്യങ്ങളാണ് അക്കമിട്ട് പറഞ്ഞിരിക്കുന്നത് ആരാണ് ഒരു പൊതുജന സേവകൻ എന്ന് പറഞ്ഞുകൊണ്ട്. ഓക്കെ, ഒരു ആർമി ഓഫീസർ ആവാം, നേവി ഓഫീസർ ആവാം, ഓക്കെ, ഒരു പഞ്ചായത്ത് അംഗമാകാം, എന്തെങ്കിലും കാര്യങ്ങളിൽ മധ്യസ്ഥ നിൽക്കുന്ന ഒരാളാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളുമായി വാല്യുവേറ്റ് ചെയ്യുന്നൊരു വാല്യുവേറ്റർ ആകാം. ഇതെല്ലാം എന്തിൽ പെടുന്ന ഒരാളാണ്? ഒരു പൊതുജന സേവകനിൽ പെടുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഒരു 11 കാര്യങ്ങളാണ് എന്തിൽ പറയുന്നത്? പൊതുജന സേവകൻ എന്ന് പറഞ്ഞുകൊണ്ട് പബ്ലിക് സർവൻ എന്നൊരു സെക്ഷനിൽ 2 ക്ലോസ് 28 എന്ന് പറയുന്ന BNS സെക്ഷനിൽ പറഞ്ഞു പോകുന്നത്. ക്ലിയർ ആയല്ലോ? ഒരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ അർത്ഥമാക്കുന്നത്. ഓക്കെ, അടുത്ത് 3 ക്ലോസ് 5 എന്താണെന്ന് നോക്കാം. പൊതുലക്ഷ്യത്തിൻ്റെ പൂർത്തീകരണത്തിനായി പല വ്യക്തികളാൽ ചെയ്യപ്പെടുന്ന പ്രവൃത്തികൾ. ശ്രദ്ധിക്കുക, പൊതുലക്ഷ്യത്തിൻ്റെ പൂർത്തീകരണത്തിനായി പല വ്യക്തികളാൽ ചെയ്യപ്പെടുന്ന പ്രവൃത്തികൾ എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, ഒരു ലക്ഷ്യം ഒന്നായിരിക്കും, ഒറ്റ ലക്ഷ്യമായിരിക്കും. ഓക്കെ, കുറേ പേര് കൂടി ചേരുന്നു, അതാണെന്ത് ഈ ഒരു കാര്യം പറയുന്നത്. ഓക്കെ, ഇതിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് എല്ലാവരും ഒത്തുകൂടിയിരിക്കണം. ഓക്കെ, എല്ലാവരും ഒത്തുകൂടി ഇതിനെക്കുറിച്ച് ചർച്ച നടത്തിയിരിക്കണം. ഓക്കെ, ഈ സംഭവം നടക്കുന്ന സമയത്ത് എല്ലാവരും അതിൽ പങ്കെടുത്തിരിക്കണം. ഓക്കെ, എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ഇവൻ്റ് ആയിരിക്കും. ഓക്കെ, അതിലെന്ത് ചെയ്യണം? എല്ലാവരും പങ്കെടുത്തിരിക്കണം. ഓക്കെ, ശ്രദ്ധിക്കുക, ഒരു പൊതുലക്ഷ്യത്തിൻ്റെ പൂർത്തീകരണത്തിനായി പല വ്യക്തികളാൽ ഒരു കുറ്റകൃത്യം ചെയ്യപ്പെടുമ്പോൾ അവരിൽ ഓരോ വ്യക്തിയും സ്വയം ആ കുറ്റം ചെയ്താൽ ഏതു രീതിയിൽ നിയമശിക്ഷയ്ക്ക് വിധേയനാകുമോ അതേ വിധത്തിൽ നിയമവിധേയനാകുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവരും കൂടി ചെയ്താൽ, ഓക്കെ, ഒരാൾ ചെയ്താൽ ലഭിക്കുന്ന ശിക്ഷ എല്ലാവർക്കും ലഭിക്കും, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും കൂടി ചെയ്താലും ഒരാൾ ചെയ്താലും ലഭിക്കുന്ന ശിക്ഷകൾ തുല്യമായിരിക്കും എന്നൊരു കണ്ടന്റാണ് ഇവിടെ പറഞ്ഞു. ശ്രദ്ധിക്കുക, പൊതുലക്ഷ്യത്തിൻ്റെ പൂർത്തീകരണത്തിന് പല വ്യക്തികളാൽ ഒരു കുറ്റകൃത്യം ചെയ്യപ്പെടുമ്പോൾ അവരിൽ ഓരോ വ്യക്തിയും എന്ത് ചെയ്തിട്ടുണ്ട്? സ്വയം ആ കുറ്റം ചെയ്താൽ ഏത് രീതിയിൽ നിയമശിക്ഷയ്ക്ക് വിധേയനാകുമോ അതേ വിധത്തിൽ നിയമവിധേയനാകുന്നു. ഓക്കെ, അപ്പോൾ ഒറ്റയ്ക്ക് ചെയ്താലും കൂട്ടമായി ചെയ്താലും ഉള്ള കാര്യത്തെക്കുറിച്ചാണ് ഈ ഒരു ഇതിൽ പറയുന്നത്. ഓക്കെ, ഇതിൽ കുറച്ച് കാര്യങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് ചെയ്യണം? അവരെപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? മീറ്റിംഗ്സും മറ്റും ചേർന്നിട്ടുണ്ടാകണം. ഓക്കെ, അതുപോലെ തന്നെ ചർച്ചകൾ നടത്തിയിട്ടുണ്ടാവണം. സംഭവം നടക്കുന്ന സമയത്ത് എല്ലാവരും എന്ത് ചെയ്യണം? അതിൽ പങ്കെടുത്തിട്ടുണ്ടാകണം. ഓക്കെ, ഇതെല്ലാമാണ് എന്തിൽ പറയുന്നത്? 3 ക്ലോസ് 5 പറയുന്ന BNSൻ്റെ സെക്ഷൻ. ക്ലിയർ ആയല്ലോ? ഓക്കെ അല്ലേ? അടുത്തത് സെക്ഷൻ 4, BNS സെക്ഷൻ 4 എന്താണ് പറയുന്നത്? പണിഷ്മെൻ്റ് അല്ലെങ്കിൽ ശിക്ഷകളാണ് പറയുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക, ഈ നിയമത്തിലെ വ്യവസ്ഥകൾ അനുസരിച്ച് കുറ്റക്കാർ നിയമവിധേയരാകുന്ന ശിക്ഷകൾ. ഓക്കെ, എന്തെങ്കിലും കുറ്റം ചെയ്യുന്ന ആളുകൾക്ക് ലഭിക്കുന്ന ശിക്ഷകളാണ് എന്തിൽ പറയുന്നത്? 4ാമത്തെ സെക്ഷനിൽ ശിക്ഷകൾ എന്ന് കൊണ്ട് പറയുന്നത്. ഓക്കെ, എത്ര ഉണ്ടെന്ന് നോക്കാം. എന്താണ്? മരണശിക്ഷ. ഓക്കെ, നമ്മളിപ്പോൾ ഗ്രീഷ്മയ്ക്കൊക്കെ വിധിച്ചിട്ടില്ലേ ആ ഒരു സംഭവം. ഓക്കെ, അടുത്തെന്താണ്? B, ജീവപര്യന്തം തടവ്. എന്താണ്? ജീവപര്യന്തം തടവ്. ക്ലിയർ ആയല്ലോ? ഓക്കെ, നെക്സ്റ്റ് 2 തരത്തിലുള്ള തടവ് ശിക്ഷകൾ. എത്രയാണ്? 2 തരത്തിലുള്ള തടവ് ശിക്ഷകൾ. ഏതൊക്കെയാണ്? കഠിന തടവും വെറും തടവും. എന്താണ് കഠിന തടവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? അതായത് കഠിനമായ ജോലിയോട് കൂടിയ തടവ്. അതാണെന്ത്? കഠിന തടവ്, ജയിലിൽ കൊടുക്കുന്ന ജോലി, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അടുത്തത് വെറും തടവ്. 2 തരത്തിലാണ് തടവ് ശിക്ഷയുള്ളത്. ഏതൊക്കെയാണ്? കഠിന തടവും വെറും തടവും. ഓക്കെ, ജയിലിൽ കൊടുക്കുന്ന ആ ഒരു ഇതിനെയാണ് എന്ത്? കഠിന തടവും വെറും തടവും എന്ന് പറഞ്ഞാൽ. കഠിന തടവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കഠിനമായ ജോലിയോട് കൂടിയത്, ജയിലിൽ കൊടുക്കുന്നത്, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അടുത്തത് വസ്തു കണ്ടുകെട്ടൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ വ്യക്തിയുടെ വസ്തുക്കൾ എന്ത് ചെയ്യുക? കണ്ടുകെട്ടുക, മീൻസ് ജപ്തി ചെയ്യുക, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ ഫൈൻ. നമ്മളെല്ലാവരും കേട്ട് ഇത്ര രൂപ ഫൈൻ അടച്ചാൽ തന്നെ വിടാന്നൊക്കെ പറയില്ലേ നമ്മൾ, ഓരോ വണ്ടിയുടെയൊക്കെ ഇതൊക്കെ ഇല്ലേ? ഓക്കെ, അപ്പോൾ എന്താണ്? പിഴ. ഓക്കെ, അതാണ് ഫൈൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി കമ്മ്യൂണിറ്റി സർവീസ്. എന്താണ് കമ്മ്യൂണിറ്റി സർവീസ്? പുതിയതായി മാറ്റം വന്നിരിക്കുന്നതാണ് ഇത് കമ്മ്യൂണിറ്റി സർവീസ്. BNSൽ ആഡ് ചെയ്തിരിക്കുന്നതാണ് കമ്മ്യൂണിറ്റി സർവീസ്. വേറൊന്നുമില്ല, എന്തെങ്കിലും ചെറിയ ഒരു തെറ്റ് ചെയ്യുന്ന, ഏതെങ്കിലും ഒരു ചെറിയ തെറ്റ് ചെയ്യുന്ന വ്യക്തിയെ, ഇപ്പോൾ എന്തെങ്കിലും ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു
പൊതുവായ പാത അല്ലെങ്കിൽ റോഡ് എന്ത് ചെയ്യുക, ക്ലീൻ ചെയ്യിപ്പിക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, പൈസ കൊടുക്കാണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ അതാണ് എന്ത് കമ്മ്യൂണിറ്റി സർവീസ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, പൊതുവായ സ്ഥലങ്ങൾ ക്ലീൻ ആക്കുക അല്ലെങ്കിൽ പൊതുവായ കുറച്ച് പ്രവർത്തികൾ ചെയ്യിപ്പിക്കുക. ഓക്കെ, എന്ത് കൊടുക്കാണ്ട് പൈസ കൊടുക്കാണ്ട് ചെയ്യിപ്പിക്കുന്നതിനാണ് എന്ത് പറയുന്നത്, കമ്മ്യൂണിറ്റി സർവീസ് എന്ന് പറയുന്നത്. ഈ ശിക്ഷകളൊക്കെ ലഭിക്കുന്നത് നോർമലി പോക്കറ്റ് അടിക്കുന്ന അങ്ങനെ വളരെ ചെറിയ തെറ്റുകൾ ചെയ്യുന്ന ആളുകൾക്കാണ് ഇതുപോലെയുള്ള ശിക്ഷകൾ ലഭിക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് നോക്കിയത്? സെക്ഷൻ 4 ശിക്ഷകളാണ് നോക്കിയത്. ഓക്കെ, ഏതൊക്കെയാണ് ഒന്നുകൂടി നോക്കിയപ്പോൾ മരണം, ജീവപര്യന്തം തടവ്, പിന്നെന്തൊക്കെയാണ് 2 തരത്തിലുള്ള തടവ് ശിക്ഷകൾ, കഠിനവും വെറും തടവും, വസ്തു കണ്ടുകെട്ടൽ, പിഴ, കമ്മ്യൂണിറ്റി സർവീസ്. ക്ലിയർ ആയല്ലോ? ഓക്കെ അല്ലേ? അടുത്ത സെക്ഷൻ BNS 11. ഓക്കെ, സെക്ഷൻ 11 എന്താണ് പറയുന്നത്? BNS സെക്ഷൻ 11 ഏകാന്ത തടവ്. എന്താണ് ഏകാന്ത തടവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമില്ല, ജയിലിൽ കൊടുക്കുന്ന ഏകാന്ത തടവ്. നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ, വേറെ ആരുമായിട്ട് കോണ്ടാക്റ്റ് ഒന്നും ഉണ്ടാവില്ല. അതാണെന്ത് ഏകാന്ത തടവ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം നമുക്ക്. ഈ നിയമപ്രകാരം കഠിന തടവ് ശിക്ഷ വിധിക്കാൻ കോടതിക്ക് അധികാരമുള്ളതായ ഒരു കുറ്റത്തിന് വേണ്ടി ഒരാൾ ശിക്ഷിക്കപ്പെടുമ്പോൾ താഴെ പറയുന്ന ക്രമപ്രകാരം ആകെ 3 മാസത്തിൽ കൂടാത്ത തരത്തിൽ ആ കുറ്റക്കാരന് വിധിക്കപ്പെട്ടിട്ടുള്ള തടവ് ശിക്ഷയുടെ ഒരു ഭാഗത്തിനോ അല്ലെങ്കിൽ ഭാഗങ്ങൾക്കോ ഏകാന്ത തടവ് അനുഭവിക്കാൻ ശിക്ഷാവിധിയിൽ ആ കോടതിക്ക് ഉത്തരവിടാവുന്നതാണ്. വേറൊന്നുമില്ല, എന്താണ് മാക്സിമം ഒരാൾക്ക് ഏകാന്ത തടവ് വിധിക്കാനായിട്ട് കോടതിക്ക് അവകാശമുണ്ട്. എത്ര നാളാണ്? മാക്സിമം 3 മാസം. എത്രയാണ്? മാക്സിമം 3 മാസമാണ് എന്ത് ഒരാൾക്ക് ഏകാന്ത തടവ് വിധിക്കാൻ സാധിക്കുന്നത്. അതിലും ക്ലോസ് പറയുന്നുണ്ട്. ഏതൊക്കെയാണ് ആ ക്ലോസുകൾ നമുക്ക് നോക്കാം. ശ്രദ്ധിക്കുക. എന്താണ്? ഒരാളുടെ ശിക്ഷാ കാലാവധി എന്ന് പറയുന്നത് 6 മാസത്തിൽ കവിയുന്നില്ല. ഓക്കെ, ലെസ് ദാൻ 6 മാസമാണെങ്കിൽ അയാൾക്ക് ഏകാന്ത തടവ് എത്ര നാളായിരിക്കും? 1 മാസത്തിൽ കവിയാത്ത ഏകാന്ത തടവായിരിക്കും. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ ലെസ് ദാൻ 6 മാസം ശിക്ഷാതടവ് അനുഭവിക്കുന്ന വ്യക്തിക്ക് എത്ര നാളായിരിക്കും ഏകാന്ത തടവ് എന്ന് പറയുന്നത്? 1 മാസത്തിൽ കുറയാത്ത കാലയളവ്. ക്ലിയർ ആയല്ലോ? ഇനി നോക്കാം നമുക്ക്. 6 മാസത്തിനും എന്നാൽ ലെസ് ദാൻ 1 ഇയർ. ഓക്കെ, 1 വർഷത്തിനും ഇടയിലാണ് കാലാവധിയെങ്കിലോ, ശിക്ഷാ കാലാവധിയെങ്കിൽ 2 മാസത്തിൽ കവിയാത്ത കാലം. എത്രയാണ്? 2 മാസത്തിൽ കവിയാത്ത കാലം. ഓക്കെ, ലെസ് ദാൻ 6 മാസമാണെങ്കിൽ 1 മാസത്തിൽ കവിയാത്തത്. 6 മാസത്തിനും 1 വർഷത്തിനും ഇടയ്ക്ക്, 1 വർഷം കഴിയാൻ പാടില്ല കേട്ടോ. 6 മാസത്തിനും 6 മാസത്തിൽ കൂടിയതും 6 മാസം കഴിഞ്ഞതും. ഓക്കെ, 6 മാസത്തിൽ കൂടിയതും 1 വർഷത്തിൽ കവിയാത്തതുമാണ് കേട്ടോ. കവിയാത്തതുമാണെങ്കിലോ 2 മാസത്തിൽ കവിയാത്ത കാലം. ഇനി നോക്കാം നമുക്ക്. മൂന്നാമത്തെ തടവ് ശിക്ഷയുടെ കാലാവധി 1 കൊല്ലത്തിൽ കൂടിയത്. ഓക്കെ, എന്താണ്? 1 വർഷത്തിൽ കൂടിയതും ആണെങ്കിലോ 3 മാസത്തിൽ കവിയാത്ത കാലമാകുന്നു. ഓക്കെ, ഒന്നുകൂടി നോക്കിയപ്പം ലെസ് ദാൻ 6 മാസം. 6 മാസത്തിൽ കുറവാണെങ്കിലോ 1 മാസത്തിൽ കുറവായിരിക്കും. ഓക്കെ, 6 മാസത്തിൽ കൂടുതലും എന്നാൽ 1 വർഷത്തിൽ കുറവുമാണെങ്കിലോ 2 മാസം. ഓക്കെ, നെക്സ്റ്റ് ഇനി എന്താണ്? 1 വർഷത്തിൽ കൂടുതലാണെങ്കിൽ 3 മാസത്തിൽ കവിയാത്ത ഏകാന്ത തടവാണ് വിധിക്കാൻ സാധിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഇതാണ് എന്തിൽ പറയുന്നത്? സെക്ഷൻ 11 ഏകാന്ത തടവെന്നതിൽ പറയുന്നത് BNS സെക്ഷൻ. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ വരുന്ന വീഡിയോസിൽ ഉടൻ തന്നെ നമ്മൾ ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ വീണ്ടും കാണാം. താങ്ക്